ഇന്നുണ്ടല്ലോ നമ്മുടെ ലീബ്രോണിൻ്റെ 12th ബർത്ത്ഡേ ആണ്. അവന് സർപ്രൈസ് ആയിട്ട് നമ്മളൊരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ആള് കാറിൽ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റങ്ങളിലെ ഒരു സാധനമാണ് വാങ്ങിച്ചേക്കുന്നത്. ഓക്കെ, എന്തായാലും അവൾ നല്ല അടിപൊളിയായിട്ട് ഗിഫ്റ്റ് റാപ്പൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ശരിക്കും ഒട്ടും ഇന്നൊരു പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ 1-2 ഫ്രണ്ട്സൊക്കെ വീട്ടിൽ വരുന്നുണ്ട്. ജസ്റ്റ് ലാസ്റ്റ് മൊമെൻറ്റിൽ പ്ലാൻ ചെയ്താണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, എല്ലാ വർഷവും നമ്മൾ ലിയപ്പൻ്റെ ബർത്ത്ഡേ പാർട്ടി നടത്താറുണ്ട്. അപ്പോൾ ഈ വർഷവും ലിയപ്പൻ്റെ ബർത്ത്ഡേ പാർട്ടി വളരെ യാദൃശ്ചികമായിട്ടാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടോ. അങ്ങനെ പറയാൻ കാരണം പതിവ് പോലെ ഈ വർഷവും ബർത്ത്ഡേ പാർട്ടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ ബർത്ത്ഡേ പാർട്ടി ഫ്രണ്ട്സിനെല്ലാം വിളിച്ചിട്ടുള്ള ഒരു പാർട്ടി വേണ്ടാന്ന് വെച്ചിരുന്നു. കാരണം ഞങ്ങൾ പുതിയൊരു റെൻ്റൽ ഹൗസിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നല്ലോ, വീടെല്ലാം മിസ്സായിരുന്നു. അതുകൊണ്ട് ബർത്ത്ഡേ ഫംഗ്ഷൻ വേറൊരു ദിവസം നടത്താമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അങ്ങനെ അവന് വേണ്ടി ഒരു കേക്കും ഒരു സർപ്രൈസ് ഗിഫ്റ്റും വാങ്ങാൻ ഷോപ്പിൽ നിൽക്കുമ്പോഴാണ് നമ്മളുടെ ഇവിടെയുള്ള ഫ്രണ്ട്സ് അവന് സർപ്രൈസ് ആയിട്ടൊരു കേക്ക് മുറിക്കാൻ വരുന്നുണ്ടെന്ന് വിളിച്ചറിയിച്ചത്. അവിടെ നിന്ന് തുടങ്ങിയ പ്ലാനിങ് ആണ് മൊത്തം. അപ്പോൾ നമ്മൾ കേക്കൊക്കെ മുറിച്ച് നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ. ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവന് കൊടുക്കാൻ വേണ്ടി ഒരു സർപ്രൈസ് ഗിഫ്റ്റ് നമ്മളിപ്പോൾ കൊടുക്കാൻ പോവാണ്. ലിയപ്പാ സത്യം പറഞ്ഞ സുഹൃത്തുക്കളെ, ഈ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് അവന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കാരണം അവൻ ആഗ്രഹിച്ചത് മറ്റൊന്നായിരുന്നു. പഞ്ചിങ് ബോക്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവൻ ആഗ്രഹിച്ചത്. അതിൻ്റെ പേരിൽ ചുമ്മാ ഒന്ന് വഴക്കിട്ടൊക്കെ പോയായിരുന്നു. അതിനുശേഷം വീണ്ടും വന്ന് ഓപ്പൺ ചെയ്യുന്നതാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പഞ്ചിങ് ബോക്സും കാര്യങ്ങളും എല്ലാം ഞാൻ വാങ്ങിച്ചു കൊടുക്കാതിരുന്നത് കാരണം നല്ലോണം എക്സസൈസ് ഒക്കെ ചെയ്ത് ആ റൂട്ടിലേക്ക് വന്നാൽ മാത്രമേ ഞാൻ വാങ്ങിച്ചു കൊടുക്കുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വാങ്ങിച്ചു കൊടുക്കാതിരുന്നത്. ഇതുപോലുള്ള ചെറിയ ചെറിയ പാർട്ടികളൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ച് നടത്തുമ്പോൾ കൂടെയുള്ള ഒരു ഫ്രണ്ടിൻ്റെ മൈക്കും അതുപോലെ പാർട്ടി ബോക്സും ഒക്കെ ആയിട്ടാണ് അവൻ വരുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഇവൻ എപ്പോഴും ഒരു കൊതി പറയുമായിരുന്നു, അപ്പോൾ നമുക്കത് വാങ്ങണം, അങ്ങനത്തെ ഒരു കൊതി പറയുന്നു ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു. എപ്പോഴും അത് ഇവിടുന്ന് കൊണ്ടുപോകുമ്പോഴാണെങ്കിലും അവനൊരു കൊതി പറയുമായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അവനത് വാങ്ങിച്ചു കൊടുത്തത്. പെട്ടെന്നുള്ള പരിപാടി ആയതുകൊണ്ട് തന്നെ എല്ലാ ഫ്രണ്ട്സും ഈ പാർട്ടിക്ക് ഉണ്ടായിരുന്നില്ല. കുറച്ച് ഫ്രണ്ട്സിനെ നമ്മൾക്ക് ഈ പാർട്ടിയിൽ മിസ്സായിട്ടുണ്ട്. പക്ഷേ അവരെല്ലാം ഫോണിൽ വിളിച്ച് സംസാരിച്ചായിരുന്നു, ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്തായിരുന്നു കേട്ടോ. ഞാൻ ഈ അയർലൻഡിൽ വന്നതിന് ശേഷം ഇതുപോലുള്ള പാർട്ടികളൊക്കെ നടത്തുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നാട്ടിൽ തന്നെ ഫാമിലിനെയും ഫ്രണ്ട്സിനെയും തന്നെയാണ്. അപ്പോൾ അവരെയും ഇതുപോലുള്ള പാർട്ടികളിൽ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. അപ്പോൾ ഇതുപോലുള്ള പാർട്ടികളൊക്കെ ആയിട്ടോ ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. കാരണം എല്ലാവർക്കും ഒരേപോലെ ഓഫൊക്കെ കിട്ടി നമ്മളിതുപോലെ ഒത്തുകൂടുക എന്നുള്ളത് വളരെ റെയറായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഡ്യൂട്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇതുപോലുള്ള പാർട്ടികളൊക്കെ മാക്സിമം സംഘടിപ്പിക്കാൻ നോക്കാറുണ്ട്. അല്ലെങ്കിലും ഫ്രണ്ട്സായിട്ടുള്ള പാർട്ടി എല്ലാം തന്നെ ഒരു പ്രത്യേക വൈബായിരിക്കുമല്ലോ. ഈ ഒരു പാർട്ടിയിൽ നമ്മൾ ബാർബിക്യൂ ചെയ്ത ചിക്കനും ഫിഷായിട്ടുള്ള സീബാസുമാണ്. അതിൻ്റെ കൂടെ നമ്മളുടെ ഫേവറേറ്റ് ഡ്രിങ്ക് ആയിട്ടുള്ള ജെയിംസിൻ്റെ ക്രസ്റ്റഡും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു പാർട്ടി നല്ല കളറായിട്ട് മാറി.